ഹലോ ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോതങ്ങളത്ത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ടോണി ആൻഡ് ഗൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോണി ആൻഡ് ഗൈൽ അളിയഞ്ചർക്കിൻ്റെ മുടി വെട്ടാനായിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മുടെ റവന്യൂ ടവറിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് ഈ പുതിയ സ്റ്റുഡിയോയും അതിൻ്റെ മുകളിൽ ടോണി ആൻഡ് ഗൈയും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ സിൽവർ ടിപ്സിൻ്റെ ഒരു ആയുർവേദിക് സെൻറ്ററും അതുപോലെ തന്നെ ബാറോടും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മുകളിലെ നിലയിൽ നമ്മുടെ കൊച്ചമറ്റം ഫൈനാൻസും പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് സിൽവർ ടിപ്സിൻ്റെ ബോർഡ് വെത്തണ കാണാം. കണ്ടോ, സിൽവർ ടിപ്സ് കോതമംഗലം. ഇത് EVMൻ്റെ ആണ്. അപ്പോൾ ആയുർവേദ റിസോർട്ടും കൺവെൻഷൻ സെൻറ്ററോടും കൂടിയാണ് ദി സിൽവർ ടിപ്സ് വരുന്നത്. അവിടെ തന്നെ ബാറുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന വഴി. അത് തന്നെയല്ല അപ്പുറ സൈഡിൽ നിന്ന് ഒരു വഴിയോടെ ഉണ്ട്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു 7 നില ബിൽഡിങ്ങാണ് ഈ സിൽവർ ടിപ്സ് വരുന്നത്. അത് മറ്റേ ആയുർവേദിക് റിസോർട്ടും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററോടും കൂടിയാണ്. പിന്നെ ബാറ്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് നേരത്തെ ബാറായിരുന്നു. ആ ബാറാണ് ഇപ്പോൾ ഇതേ രീതിയിലേക്ക് മാറ്റിയത്. സിൽവർ ടിപ്സ് കണ്ടോ, അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ 7 നില കെട്ടിടങ്ങളുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ നല്ല ബടാ വണ്ടികളൊക്കെ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡിസ്കവറി വന്ന് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ MGയുടെ ഒരു ഗ്ലോസ്റ്റർ വന്ന് നടക്കുന്നുണ്ട്. ഉണ്ടോ, അത് ഡിസ്കവറിയാണ് ആ കിടക്കണേ ഉണ്ടോ. പിന്നെ ഫോർച്യൂണർ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ആയുർവേദിക് റിസോർട്ടും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററോടും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റുഡിയോയും ടോണി ആൻഡ് ഗൈ. ആ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് സ്റ്റുഡിയോ ഇരിക്കുന്നതും പിന്നെ ടോണി ആൻഡ് ഗൈ വരുന്നതും. അല്ല, അടിയിൽ സ്റ്റുഡിയോ, മുകളിൽ ടോണി ആൻഡ് ഗൈ. അപ്പോൾ ഇത് നമ്മുടെ ബാർ സിൽവർ ടിപ്സ് ആണ്. അതിൻ്റെ 2 സൈഡിൽ നിന്നുള്ള വഴികളാണ് ഈ കാണുന്നത്. ആ സൈഡിൽ നിന്ന് വന്ന് കയറാം, ഫ്രണ്ടിൽ നിന്ന് വന്ന് കയറാം. നല്ലൊരു അടിപൊളി ബിൽഡിങ്ങാണ്. ഒരു 7 നില ഇത് റൂംസും കാര്യങ്ങളെല്ലാം ഉള്ള. ഇപ്പോൾ ഇഷ്ടംപോലെ ബട ഫാമിലീസ് വരുന്ന സ്ഥലം. നമ്മുടെ ആ മുകളിൽ കാണുന്ന പല കെട്ടിടമുണ്ടല്ലോ, അത് നിറങ്ങാണേ, അതാണ് റവന്യൂ ടവർ. അപ്പോൾ അത് പെയിൻ്റൊക്കെ എടുക്കാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ട്രഷറി തന്നെ. പിന്നെ ഈ കാണുന്നതാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് സ്റ്റുഡിയോ വരുന്നതും അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ മുകളിൽ ടോണി ആൻഡ് ഗൈ വരുന്നു കേട്ടോ. അപ്പോൾ ടോണി ആൻഡ് ഗൈയിൽ കുറച്ച് താമസം ഉള്ളതുകൊണ്ട് തന്നെ അളിയഞ്ചർക്കനെ അവിടെ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോകുന്നത് ഐസിംഗ് ബേക്കേഴ്സിലാണ്. അത് നമ്മുടെ കോതങ്ങളത്ത് മലയങ്കയിലാണ് വരുന്നത്. അവിടെ ഇഷ്ടംപോലെ ചെറുകടികളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കേക്ക് ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഐസിംഗ് ബേക്കേഴ്സിൽ. അത് മിതമായ റേറ്റും ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ചത് ഉള്ളിവട, വട്ടയപ്പം, പിന്നെ സാൻഡ്വിച്ച്, ചിക്കൻ ബർഗർ, പിന്നെ ക്രീം ബണ്ണ്, പിന്നെ എക്ലേഴ്സിൻ്റെ ചോക്ലേറ്റ് സ്പൈ, അതൊക്കെയാണ് കഴിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ കഴിക്കലും കഴിഞ്ഞ് തിരിച്ച് ടോണി ആൻഡ് ഗൈയിൽ പോയി അളിയഞ്ചർക്കനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും നമ്മൾ ഐസിംഗ് ബേക്കേഴ്സിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചേർന്ന് തന്നെയുള്ള ഓർഗാനിക് സ്റ്റോറാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഫ്രഷോ 365, കോക്കനട്ട് ഓയിൽ, വെജിറ്റബിൾസ്, മില്ലറ്റ്സ്, ഇതൊക്കെയുള്ള ഓർഗാനിക് സ്റ്റോർ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോർ വരുന്നത് മലയങ്കയിലാണ് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഫാം ഫ്രഷ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഓർഗാനിക് സ്റ്റോർ. ഇതിന് ചേർന്ന് തന്നെ കെയർ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ പിള്ളേർക്കുള്ള ബാഗ്, പിള്ളേർക്കുള്ള ഡ്രസ്സ് തുടങ്ങിയ ഒരു കടയുണ്ട്. ഇതിന് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഐസിംഗ് ബേക്കേഴ്സ് വരുന്നത്. കെയറിൽ അത്യാവശ്യം വേണ്ട സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു കടയാണ്. ഇതാണ് ഫാം ഫ്രഷ് ഓർഗാനിക്സ് ഫ്രൂട്ട്സ്, നാച്ചുറലാണ്. കോക്കനട്ട് ഓയിൽ, വെജിറ്റബിൾസ്, മില്ലറ്റ്സ്, ഗ്രോസറി തുടങ്ങിയ ഇതൊക്കെയുണ്ട്. നമ്മുടെ ഐസിംഗ് ബേക്കേഴ്സിൻ്റെ ഇതാണ്. വൈറ്റ് ബോർഡൊന്നും കാണാൻ പറ്റത്തില്ല. ഇതാണ് ഐസിംഗ് ബേക്കേഴ്സ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ഇത് മേടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ അളിയഞ്ചർക്കൻ ഇവിടെ ഇരുന്ന് കഴിക്കലൊന്നുമില്ല, അവനത് മേടിച്ചുകൊണ്ട് പാർസൽ ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് ചേർന്ന് തന്നെ എലാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവിടെയാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. ഞങ്ങളിപ്പോൾ സ്ഥിരം വന്നു തുടങ്ങിയതിന് ശേഷം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നല്ല തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ടോണി ആൻഡ് ഗൈയിലാണ് പോയത്. ഇപ്പോൾ ടോണി ആൻഡ് ഗൈ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് കയറിയാണ്. കണ്ടോ, അവിടെ നിന്ന് ബോർഡ് നിങ്ങൾക്ക് കാണാം. ആ ലോങ്ങിൽ കാണാനാണ് എലാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ്. ഇവിടെ പിന്നെ അത് തന്നെയല്ല, ഇവിടെ എമിറേറ്റ്സ് ഒപ്റ്റിക്കലുണ്ട്. അത് തന്നെ അല്ലാണ്ട് ഇവിടെ വേറൊരു യൂഡിക്സ് സലൂണോടും കൂടി ഉണ്ട് കേട്ടോ.
കണ്ടോ ഹൈ ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് ഹൈ ക്ലാസ്. ഞാൻ ഹൈ ക്ലാസ് കയറിയിട്ടില്ല, ഞാൻ തൊട്ടപ്പുറമുള്ള എലാനിലെ കയറിയിട്ടുള്ളത്. എലാനിൽ നല്ല അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്ത് തരും. അതുപോലെ തന്നെ ഹെയർ കട്ടിങ് ഒക്കെ സൂപ്പറായിട്ട് ഹെയർ കട്ട് ചെയ്ത് തരും. സൂപ്പർ ബ്യൂട്ടി പാർലറാണ് കേട്ടോ എലാൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണുണ്ടോ, അതാണ് മാർലീസ് 1918 എന്നുള്ളത്. ആ സൂക്ഷ്മ ദർശിനി മൂവി കാണിക്കുന്ന ബേക്കറിയാണ് കേട്ടോ അത്. അപ്പോൾ അവിടെയാണ് നല്ല അടിപൊളിയായിട്ട് അപ്പുറം ഷൂട്ട് ചെയ്തായിരുന്നത്, ആ ബേക്കറിയിൽ കേക്ക് കൊടുക്കണമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഇവിടുന്ന് തിരിക്കുവാണ്. നമ്മളിനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കോതങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറി. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ പോയ കാര്യങ്ങൾ ടോണിയൻകായിൽ അളിയൻ ചെറുക്കനെയും കൊണ്ട് മുടി വെട്ടാനൊക്കെ ആയിട്ട് പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന ഐസിങ് ബേക്കറിൻ്റെ ഇടയ്ക്കൽ ഞങ്ങൾ ഐസിങ് ബേക്കറി പോയി ചായയും കുടിച്ചു. കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വരുന്ന വഴി ഐസിങ്ങിൽ വീണ്ടും കയറിയിട്ട് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ വീട്ടിലൊന്ന് കയറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതേ ഡസ്റ്ററിൻ്റെ ഡോറ് ഐസിങ് ബേക്കറിൽ വെച്ച് തന്നെ ഡോറ് തുറന്നതാണ്. അത് വന്ന് എൻ്റെ ഇവിടെ വന്ന് അടിച്ചെടുത്ത് ഇപ്പോൾ നീര് വെച്ചിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് നീര് വെച്ചുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ ഐസും കട്ടേക്കും വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ പൊറോളിനൊക്കെ തേച്ചുകൊണ്ടാണ് ഇത് പാടാണ്. എന്തായാലും നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.